വളരെ ദയനീയമാണ്, പരമദയനീയമാണ് മമതയുടെ സ്ഥിതി. മമതയ്ക്ക് മുന്നിൽ ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഒന്നെങ്കിൽ എല്ലാത്തരം ആട്ടും തൂപ്പും കേട്ട് അവിടെ കിട്ടിയ കഷ്ണം തൃണമൂൽ കോൺഗ്രസുമായി മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എവിടെ നിന്നാണോ പൊളിച്ചുകൊണ്ടുപോയത് ആ മാതൃസംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മടങ്ങി വരാം. പാർട്ടിക്ക് വിധേയമായി രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ പിന്നിൽ അണിനിരന്ന് ഒരുപക്ഷെ അവിടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി പരിശ്രമിക്കാമെന്നുള്ളതിനപ്പുറത്ത് വളരെ ദയനീയമായ സ്ഥിതിയിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അവസ്ഥ. സ്വേച്ഛാധിപത്യവും ആര് പറഞ്ഞാലും അനുസരിക്കാത്ത, എല്ലാം കൈവെള്ളയിലാണ്, ഭദ്രമാണെന്ന് വിചാരിച്ച ഒരാൾ 72 മണിക്കൂറോ അല്ലെങ്കിൽ 3, 4, 5, 10 ദിവസം കൊണ്ട് തകർന്ന് തരിപ്പണമായി പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്യപൂർവമായ വിധിയെയാണ് മമതാ ബാനർജി നേരിടുന്നത്. തൻ്റെ പാർട്ടിയിലെ പുറത്താക്കിയ ആളിനോടൊപ്പം മഹാഭൂരിപക്ഷം MLA-മാരും ചേർന്ന് അവർ പ്രതിപക്ഷമായി മാറുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൽക്കട്ട മേയർ അടക്കമുള്ളവർ രാജിവെക്കുന്നു. അവരൊക്കെയും രാജിവെച്ച് ഈ പറഞ്ഞതുപോലെ അധികാരത്തോടൊപ്പം സഞ്ചരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും പിന്നെ കുറച്ച് കോൺഗ്രസ്സുകാർക്കും CPM-കാർക്കും ഒക്കെ ഒരു നിരാശയുണ്ടാവും. അത് വേറൊന്നുമല്ല, ഈ വിഷയത്തിൽ KC വേണുഗോപാലിനെ, രാഹുൽ ഗാന്ധിയെ ഒന്നും അവർക്ക് തെറി പറയാനാവില്ല. കാരണം അവർക്കിതിൽ പങ്കില്ല. ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളുടെ തുടർച്ചയാണ് ഈ സംഗതികളൊക്കെയും. അധികാരം ചായുന്നിടത്തേക്ക് അടർന്നു പോകുന്ന സ്ഥിതി. ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെയെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിടിച്ചു നിർത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കും അതിൻ്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിക്കും അതിൻ്റെ അധ്യക്ഷനും ഇപ്പോഴും അതിൽ തുടരുന്നവർക്കുമൊക്കെ എത്രമേൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചാൽ മതിയാകും എന്നെനിക്കറിയില്ല. ഏതായാലും തൃണമൂൽ കോൺഗ്രസ് അതിൻ്റെ ചരിത്രപരമായ വിധിയെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തീപ്പൊരി നേതാവായിരുന്നു മമതാ ബാനർജി. അപ്പോഴും നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ സീനിയറോ ജൂനിയറോ സമകാലികരോ ഒക്കെയാണ് ഈ പറയുന്ന മമതാ ബാനർജി. പിന്നീട് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് മാറിയെങ്കിലും ഈ മാറിയ മമതാ ബാനർജിയുടെ കരുത്തും ദൃഢനിശ്ചയവും ഒക്കെ കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കി അവിടെ ഭരണം പിടിച്ചെടുത്തു. ആ ഭരണം കിട്ടിയതോടുകൂടി പിന്നെ കാണുന്നത് അധികാരത്തിൻ്റെ മത്തു പിടിച്ച, ഭ്രാന്തെടുത്ത, ആരെയും അനുസരിക്കാത്ത, എന്തും ചെയ്യുന്ന ഒരു ഭരണാധികാരിയുടെ രൂപമായി മമതാ ബാനർജി മാറി. സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുടെ ഇരയുമായിരുന്ന അവർ ഒരു വേട്ടക്കാരിയെപ്പോലെയും മറ്റൊരു ഭാഷ്യത്തിലും ഭാവത്തിലും പെരുമാറാൻ തുടങ്ങി. ഒരുപക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ ഗുണപരമായ മാറ്റങ്ങളെയും തച്ച് തകർത്തത് അവരായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനെ പുല്ലുവില കൽപ്പിച്ചില്ല. ഇടതുമുന്നണികൾക്ക് യാതൊരു സ്പേസും നൽകിയില്ല. പ്രതിപക്ഷം എന്ന് പറയുന്നവർക്ക് ഒരു ബഹുമാനവും കൊടുത്തില്ല. ഇന്ത്യ മുന്നണി അവർ തീരുമാനിക്കുന്നത് പോലെ ഉണ്ടാവണം. അതിൻ്റെ നേതാവ് അവർ പറയുന്നവരായിരിക്കണം. അവർക്ക് മനസ്സുണ്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ വരില്ല. അവരെന്തും കാണിക്കും. എന്തും കാണിക്കാൻ അധികാരം ഇങ്ങനെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന, അനുസരിക്കുന്ന ആജ്ഞാനുവർത്തികളായ കുറേ ആളുകളുടെ നടുവിലായിരുന്നു അവർ. പക്ഷേ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ചരിത്രത്തിൻ്റെ അനിവാര്യമായ തിരിച്ചടിയാണ്. ഇനിയൊരു 15 വർഷത്തേക്ക് അവിടെ ഭരണമാറ്റമൊന്നും ഉണ്ടാവില്ല. ബംഗാൾ എപ്പോഴും അങ്ങനെയാണ്. കൊടുക്കുന്നവർക്ക് 25 കൊല്ലം, 15 കൊല്ലം, 30 കൊല്ലമൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നീടാണ് വാരി ദൂരേക്ക് എറിയുന്നത്. ഇനി അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. അവിടെ നിലനിൽക്കാൻ കഴിയുമോ? ജീവനോട് അവരോട് ഉണ്ടാകുമോ? അവർ പോകുന്ന വഴികളിൽ അവരും അവരോടൊപ്പം നിൽക്കുന്നവരും ആക്രമിക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്തു വേണം? ഉത്തരം ഒന്നേ ഉള്ളൂ. അവർ പരിഹസിച്ച, പലപ്പോഴും പരിഗണിക്കാതിരുന്ന, ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി, അവരുടെ മാതൃസംഘടനയുമായി അവർ പൂർണ്ണതോതിൽ ലയിക്കണം. ചേർന്ന് നിന്ന് രാജ്യത്തിനു വേണ്ടി ഒരു പോരാട്ടം നയിക്കണം. 2029 സാധ്യമാകുമോ എന്ന് പരിശോധിക്കണം. അതിന് അഹങ്കാരവും ഗർവും തൻപ്രമാണിത്വവും ധാർഷ്ട്യവും ഒന്നും ഇനി കാണിക്കരുതെന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല.
അത് കാണിക്കാനൊന്നും അവരുടെ കയ്യിലില്ല. സ്വന്തം MLA-മാർ പോലും ഒലിച്ചുപോയി, മേയർമാർ ഒലിച്ചുപോയി, എല്ലാവരും കൈവിട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അവരും അവരുടെ നിഴലും മാത്രമേ അവരോടൊപ്പം ഉണ്ടാകൂ എന്നതാണ് സ്ഥിതിവിശേഷം. ഏതാണ്ട് സമാന സ്ഥിതിയിലെത്തി എല്ലാ വമ്പൻ ആളുകളും, കെജ്രിവാൾ അടക്കമുള്ളവർ. ഇതൊക്കെയും ചില അനിവാര്യമായ സത്യത്തിൻ്റെയും നീതിയുടെയും തിരുത്തലുകളാണ്, അല്ലെങ്കിൽ വൃത്തിയാക്കലുകളാണ് എന്ന് നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാം.